ലോകനാർക്കാവിന്ന് തൊഴിലെത്തിയ പിന്നീട് നിനക്കെന്തേ ഒരു മാറ്റം? പകലുറക്കത്തിൽ പേവിളമ്പി, നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. വെറുതെ ഇരുന്ന് നെടുവേർപ്പെടുകയും ചെയ്യുന്നു. ഒന്നുമില്ലമ്മേ. എന്നോട് വേണോ ഈ കള്ളം? അമ്മേ, നഗരിത്തലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണമ്മേ? നാടിന്റെ പ്രധാന സ്ഥലം. കുടിപ്പകയും പോർവിളിയും പയറ്റി തീർക്കുന്ന ഇടം. എന്തുണ്ടായി? ഒന്നുമില്ല. അമ്മ കടത്തനാടൻ പടക്കുറിപ്പ് തച്ചോളി ഉദയനെ പറ്റി പറയാറുണ്ടല്ലോ. അമ്മ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? കേട്ടില്ലേ? നീ കണ്ടോ മോനെ? കണ്ടു, സംസാരിച്ചു. അവരുടെ മരുമകൾ ഉണ്ണിമാധുവിനെയും കണ്ടു. അമ്മേ, ആ പടനാരെ പറ്റി കൂടുതൽ പറയുന്നമ്മേ. ആ പടക്കുറിപ്പിനറിയാത്ത അടവുകളും അഭ്യാസങ്ങളുമില്ല. പതിഞ്ഞും പറന്നും വെട്ടും. 18 കളരിക്ക് ഗുരുക്കളാണ്. കണ്ണുകെട്ടി തടയും. ശബ്ദം കേട്ടാൽ മതി. തച്ചോളി ഓതിരമെന്ന ഒരു പ്രത്യേക ചൊല്ലുണ്ട് ആ കുറിപ്പിന്. ഓഹോ, അതിനോട് എതിർത്ത് നിൽക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ലെന്നാണ് കേൾവി. അമ്മയ്ക്കൊരു സന്തോഷ വർത്തമാനം കേൾക്കണോ? ഞാൻ ഉദയനുമായി അംഗം കുറിച്ചു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. നീ ഉടനെ മേപ്പയി പോണം. പടക്കുറിപ്പിനെ കാണണം. മാപ്പിരക്കണം. മാനക്കേടിലും വലിയ മരണമില്ലമ്മേ. ഈ അമ്മയെ ചതിക്കല്ലേ മോനെ. നീ പോയി മാപ്പിരെന്ന് വരണം. കേൾക്കരുതാത്തത് കേൾക്കുകയും കാണരുതാത്തത് കാണുകയും ചെയ്തപ്പോൾ കാതടച്ചു, കണ്ണടച്ചു. കരളടയ്ക്കാൻ കഴിഞ്ഞില്ലമ്മേ. എന്റെ അച്ഛനെ പുല്ലാക്കി പറഞ്ഞു അമ്മയുടെ അഭ്യാസിയായ പടക്കുറിപ്പ്. അമ്മേ, ഇളക്കി ഉറപ്പിച്ചെങ്കിലേ ഈടുകൂടും. വീഴ്ച കൂടാതെ കാലുറക്കില്ലമ്മേ. ഞാൻ പെരുമ നേടും. പെറ്റ വയറിന് ആ പെരുമ വേണ്ട മോനെ. അമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ നീ പോയി മാപ്പിരക്കണം. പാഴെ മരിക്കരുത് മോനെ. എന്റെ അമ്മയാണോ ഈ പറയുന്നത്? അതോ ഉദയനന്റെ പേര് കേട്ട് ഞെട്ടുന്ന ഒരു പെണ്ണോ? ശരിയമ്മേ, ഞാൻ പോയി വരാം. എന്തിനിവിടെ വന്നു? വഴക്ക് വീണ്ടും വില കൊടുത്ത് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണോ? ആ, വില ചേരുമെങ്കിൽ വാങ്ങാമെന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെ നിന്നാണ് വരുന്നത്? പറയില്ല. വീടും വേണ്ടപ്പെട്ടവരും എവിടെയാണെന്നെങ്കിലും പറയാമോ? പറയൂല. എന്റെ പേര് അമ്പു. എന്നെ ഇഷ്ടമാണോ എന്ന് അറിയണം. എനിക്ക് പോകണം. ഇതെന്ത് ചോദ്യമാണ്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരുന്നു. ഞാൻ പോകുന്നു. ഓ, ഇതെന്ത് ശല്യമാണ്. കൂടെ വരണ്ട. ആരാനും കാണും. പിന്നെ എപ്പോ കാണാം? നാളെ രാത്രിയിലോ? എന്താ ഉറക്കല്ലേ? ആ ചെക്കനുമായി അംഗം കുറിക്കൽ വേണ്ടിയില്ലായിരുന്നു തോന്നുന്നു. ആ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. കഷ്ടമായി. ആട്ടെ, ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. കിടന്നുറങ്ങിക്കോളൂ. അയ്യോ, ഇത്രയും നാളായിട്ട് ഈ അനക്കം ചേട്ടന് പുലിക്കുട്ടനെ ഒന്ന് തൊടാനുള്ള ധൈര്യം ഇല്ലല്ലോ. ഞാനിത് തൊട്ട് നോക്കട്ടെ. ഒന്നുമില്ലേ? ഇത്ര പേടിയോ? പേടിയൊന്നുമില്ലേ? ഇപ്പൊ ഭയമുണ്ട്. ഉണ്ണിമാധു, എനിക്ക് പോകാൻ അനുവാദം തരും. നേരം കൂടി ഇവിടെ നിന്നൂടെ? നിന്നെ തിരക്കി ഇവിടെ ആരെങ്കിലും വന്നാൽ? ഇവിടെ ആരും വരികയുണ്ടാവില്ല. ഞാൻ വഴിപാട് കഴിച്ചെത്തിയതാണ്. ഒന്ന് കാണാൻ. എനിക്കുണ്ടായതുപോലൊരു ദുഃഖം ഈ ഭൂമിയിൽ ഒരു പെണ്ണിനും ഉണ്ടാവാതിരിക്കട്ടെ.
ഞാൻ മനസ്സുകൊണ്ട് മാലയിട്ട് എന്റെ അമ്പു എന്നെ ഞാനാക്കിയ എന്റെ അമ്മാവിനോടാണ് അംഗം വെട്ടാൻ പോകുന്നത്. അതെ, ഞാൻ തിരിച്ചു വന്നാൽ നിന്റെ അമ്മാവനെ കൊന്നവനായി നീ എന്നെ കാണരുത്. നിന്റെ അമ്മാവൻ തിരിച്ചു വന്നാൽ നിന്റെ അമ്പുവിനെ കൊന്നവനായി നീ കണക്കാക്കരുത്. എനിക്ക് അതിനുള്ള ധൈര്യം വേണ്ട, ഒരു നാളും വേണ്ട. ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള ധൈര്യം നിനക്കുണ്ടാവണം. എന്റെ തമ്പുരാനെ, പറയുന്നത് പൊറുക്കണം. ഈ അംഗം മാറ്റരുതോ? ഈ നാട്ടിൽ പിറന്ന പെണ്ണാണോ നീ? നാണമില്ലേ നിനക്ക്? ഞാൻ അംഗം മാറ്റിവെക്കണമെന്ന്? ആരെന്നറിഞ്ഞ് സ്നേഹിച്ചോളല്ല ഞാൻ. അവിടത്തെ പാദസേവ ചെയ്ത് എനിക്ക് മരിക്കണം. ഉണ്ണിമാധു, എന്റെ അമ്മാവന്റെ വെട്ടേറ്റ് മരിച്ചാൽ ഈ വിളിയിനി ഞാൻ കേൾക്കില്ലല്ലോ, ഈ ചൂടിനി ഞാൻ ഏൽക്കില്ലല്ലോ. ഇല്ല, ഞാൻ വിടില്ല. അംഗം മാറ്റി വെക്കണം. എന്റെ ഉണ്ണിമാധു, കയറില്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിടരുതേ. എന്റെ പെണ്ണെ, നിങ്ങൾ പോയി പോകാനല്ലേ പറഞ്ഞത്? ആരാത്? ആരാണെന്ന്? ഞാൻ അറയിൽ വന്ന് കണ്ടേ മടങ്ങൂ. മാളികപ്പുരയിൽ വരണം. പുറത്തെ വാതിൽ അടച്ചു. സാരമില്ല. അവളെ ഉറങ്ങി? അറിഞ്ഞില്ല. ആ, തന്നെ പോവാം, ഞാൻ നോക്കിക്കോളാം. മോനെ, നീ എന്തിനാ കരയുന്നത്? അമ്പുമോൻ വരും. നിന്നെപ്പോലെ ഞാനൊരു പോളെ കണ്ണടച്ചു.